കുറേ കുട്ടികൾ ചോദിക്കാറുണ്ട് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ വിശേഷങ്ങളെക്കുറിച്ചും എവിടെയാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും എങ്ങനെയാണ് അവിടുത്തെ അക്കാഡമിക്സ് ഹോസ്റ്റൽ സൗകര്യങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാനായി നമ്മളിപ്പോൾ ഉള്ളത് ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ IG-1 മലപ്പുറത്തുള്ള IG-1 ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ 1-ലാണ്. സോ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ നടന്നു നോക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കഴിഞ്ഞ വർഷത്തെ നമ്മുടെ നീറ്റ് ജേതാക്കളാണ് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള നീറ്റ് ജേതാക്കന്മാർ. അതുപോലെ തന്നെ പബ്ലിക് എക്സാമിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കോർ ചെയ്ത കുട്ടികൾ, ഓൾ കേരള എക്സാമിൽ ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. നമ്മളിങ്ങനെ നേരെ പോകുന്നത് ഡോപ്പയിലെ +2 മക്കൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റിൽ +1 +2 കഴിഞ്ഞ് നമ്മൾ ഇവിടെ +1 +2 കഴിഞ്ഞതിൻ്റെ ഉടനെ തന്നെ അവർക്ക് +1 +2 റിപ്പീറ്റ് മോഡ് എന്നുള്ള ഒരു മോഡ് കൂടി ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ എലോങ് വിത്ത് നമ്മൾ അക്കാഡമിക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മക്കളിരിക്കുന്ന സ്ഥലത്തേക്കാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകസ്മിക ആയതുകൊണ്ട് തന്നെ അവർക്കും ഒരു ജിജ്ഞാസയും കാര്യമൊക്കെ കാണാം. ആക്ച്വലി റിപ്പീറ്റേഴ്സ് മോഡ് എന്ന് പറയുമ്പം സാധാരണ +1 +2 കഴിഞ്ഞ കുട്ടികൾ പോകുന്ന റിപ്പീറ്റിംഗ് ബാച്ച് പോലെ നമ്മൾ ഈ +1 +2ൻ്റെ കൂടെ തന്നെ ഒരു ഓഗസ്റ്റ് ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഇവരെ പഠിച്ച +1ലും +2ലും പഠിച്ച ടോപ്പിക്സ് വീണ്ടും അവർക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് റിവൈസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ അവരെങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലത്ത് ഇരുത്തിയിരിക്കുകയാണ്. സോ ആക്ച്വലി ഇപ്പോൾ ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ ആയിട്ടുണ്ട്. അടുത്ത മാസം ഇവർക്ക് നീറ്റ് എക്സാം വരികയാണ്. അതിനുവേണ്ടി +1 +2ലെ ഇപ്പോൾ +2ലെ മക്കളാണ് ഇവർ റിപ്പീറ്റിംഗ് മോഡിൽ അവസാനത്തെ ക്രാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിപ്പീറ്റ് മോഡിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ അവസാന ഘട്ടത്തിൽ അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. മോഡ് 1 അതിനകത്ത് ഫിസിക്സ് 1, ബയോളജി 1, കെമിസ്ട്രി, അതുപോലെ തന്നെ ഫിസിക്സ് 2, Z1 പറഞ്ഞാൽ സൂവോളജി. ഇങ്ങനെ ഓരോന്നും എന്താണെന്നുള്ളത് ഇവിടെ വിശദമായിട്ട് നമ്മൾ പറയുന്നില്ല. ഓരോന്നിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാംസ് നടക്കും. അതിങ്ങനെ കഴിഞ്ഞിട്ട് ഓരോ സ്പെഷ്യൽ ചാപ്റ്റേഴ്സ് മൊഡ്യൂളുകളാക്കിയിട്ട് അതിൻ്റെ എക്സാമുകൾ നടക്കും. അങ്ങനെ ഇവിടെ എത്തുന്ന സമയത്ത് ഒരു ഏകദേശം ഏപ്രിൽ മാസമാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ മാസം ഇപ്പോൾ 720 ചലഞ്ചസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഡേയിലും 720 അവരുടെ മോഡൽ ഫുൾ ഫ്ലെഡ്ജ് എക്സാമുകൾ നടക്കുന്നുണ്ട്. അതുപോലെ എക്സാംസ് അനാലിസിസ് ഇതിലൂടെയാണ് ഇപ്പോൾ ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ ആദ്യം തന്നെ കയറിയിട്ടുള്ളത് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ മൈക്രോ ബാച്ചിലെ +2 എൻഡ് ആവാനിരിക്കുന്ന കുട്ടികളുടെ അടുത്തേക്കാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചത് ആക്ച്വലി +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ റിപ്പീറ്റിംഗ് മോഡിനെ കുറിച്ചായിരുന്നു അല്ലേ. എന്തിനാണ് ഇങ്ങനെ ആദ്യം തന്നെ നേരെ റിപ്പീറ്റിംഗ് മോഡിൽ കയറിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് ആക്ച്വലി +1 +2ൻ്റെ കൂടെ തന്നെ റിപ്പീറ്റിംഗ് മോഡ് കൂടി കൊടുത്ത് അവരെ ക്രാഷ് കൂടി ചെയ്യിപ്പിച്ച് ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞ പോലെ 2 വർഷം കൊണ്ട് കുട്ടിയെ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ച് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് അവരെ റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഇവരെ സജ്ജരാക്കുന്നത് എന്നുള്ളതാണ്. +1 +2ൻ്റെ കൂടെ തന്നെ കോമ്പറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നിലനിർത്തിക്കൊണ്ട് അവരെ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ 2 വർഷത്തിൽ നമ്മൾ +1 തീർക്കുന്നു, +2 തീർക്കുന്നു, ഒപ്പം റിപ്പീറ്റിംഗ് മോഡിലൂടെ അവർക്ക് റിപ്പീറ്റേഷൻ വീണ്ടും കൊടുത്തതിന് ശേഷം ക്രാഷ് കൊടുത്ത് വർഷം കളയാണ്ട്, സാധാരണ റിപ്പീറ്റ് ഒക്കെ ചെയ്ത് വർഷം കളയുന്ന സ്ഥിതി വരാറുണ്ട്. വർഷം കളയാണ്ട് നേരെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യിച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ച് കോമ്പറ്ററ്റീവ്നെസ് തെളിയിച്ച് അവരെ എക്സാം ക്രാക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്ന കാര്യം. ഡോപ്പ ഡോക്ടേഴ്സ് ലീഡ് ചെയ്യുന്ന പ്രൊഫഷണൽസിൻ്റെ ഒരു കൂട്ടായ്മ ലീഡ് ചെയ്യുന്ന സ്ഥാപനമാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആക്ച്വലി ഇവിടെ നമ്മൾക്ക് കുട്ടികളെ നേരത്തെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. ഞാൻ ഇത് ഊന്നി പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും കുട്ടികൾ ഒരു സുഖവാസ കേന്ദ്രമായിട്ടോ അല്ലെങ്കിൽ കുട്ടികളെ രക്ഷിതാക്കൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ഇടാനുള്ള സ്ഥലങ്ങളാക്കിയിട്ടൊക്കെ ചിലപ്പോൾ ചില സ്ഥാപനങ്ങളൊക്കെ കാണാറുണ്ട്. നമ്മളിവിടെ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത് എക്സാമിന് വേണ്ടി ഈ 2 വർഷം അവർക്ക് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ കൊടുത്ത് എക്സാമിൻ്റെ ആപ്റ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് എക്സാംസ് കൊടുക്കുന്നുണ്ട്. എല്ലാ മൺഡേയ്സും അതുപോലെ തന്നെ തേഴ്സ്ഡേയും എക്സാംസ് വരുന്നുണ്ട്. അതിൻ്റെ അനാലിസിസ് വരുന്നുണ്ട്, തിയറട്ടിക്കൽ എക്സാംസ് വരുന്നുണ്ട്, പബ്ലിക് എക്സാമുകൾ വരുന്നുണ്ട്. ഇങ്ങനെ കുട്ടിയുടെ അക്കാദമികമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ്നെസ് കൊണ്ടുവരാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഒരുപാട് എക്സാംസ് കൊടുത്ത് അവർക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ള നമ്പേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എഫിഷ്യൻസിയും ഒക്കെ ടെസ്റ്റ് ചെയ്ത് മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ഓരോ ഡേ ബൈ ഡേ അവരുടെ വർക്കുകളെ അവർ ചെയ്യുന്ന നമ്പേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസിനെ അവർ മറ്റ് റീഡിങ് അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അക്കാദമികമായി അവരെ റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമുക്കിനി ക്ലാസ് റൂമിലേക്ക് പോയി നോക്കാം. അവിടുത്തെ വിശേഷങ്ങൾ, കുട്ടികൾ ഇരിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ കണ്ടു നോക്കാം.
ആക്ച്വലി നമ്മളിങ്ങനെ ക്ലാസ് റൂമിലേക്ക് പോകുന്നതിനിടയിലാണ് നമ്മുടെ സ്റ്റാഫ് മീറ്റിംഗ് ഇവിടെ നടക്കുന്നത് കാണുന്നത്. ഇത് നമ്മുടെ IG1 ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ 1 സ്റ്റാഫുകളാണ്. കുട്ടികളെ അഗ്രസീവായിട്ട് പ്രിപ്പയർ ചെയ്യിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്യാങ് ആണ്. ഇതുപോലെ തന്നെ IG2 നമുക്ക് ടീമുണ്ട്. ഇവിടെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളും ഡെയിലി നമ്മൾ ഹാഫ് അവേഴ്സ് വെച്ച് ഡെയിലി അല്ലെങ്കിൽ 1 hour, ഹാഫ് അവേഴ്സ് ടു 1 hour വെച്ച് എല്ലാ ഡേയും നമ്മൾ എന്ത് ചെയ്യും, മീറ്റിങ്ങൾ ഡെയിലി വൈസ് കൂടാറുണ്ട്. ഇതുപോലത്തെ ഫിസിക്കൽ മീറ്റിങ്ങുകൾ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൂടും. കുട്ടികളുടെ പഠന നിലവാരത്തെയും മറ്റു കുട്ടികളുടെ ലൈഫ് സ്കൂളിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്താറുണ്ട്. ഈ മീറ്റിങ്ങിലെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ കോർ മീറ്റിങ്ങുകളിൽ കൊടുക്കുന്ന അക്കാഡമിക്സ് അത് ഒട്ടും ചോർച്ചയില്ലാണ്ട് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഓരോ കുട്ടിയുടെയും മാർക്കിനെ സംബന്ധിച്ചിടത്തോളം, ഓരോ കുട്ടിയുടെയും അക്കാദമികമായ ഉയർച്ചയെ സംബന്ധിച്ചിടത്തോളം ഉള്ള കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന ഇടമാണ് ഇവിടെ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞു ക്ലാസ് കാണിച്ചു തന്നിട്ടില്ല. ആക്ച്വലി ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട്. ആരാന്നുള്ളത് എനിക്ക് വലിയ ധാരണ ഒന്നുമില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ക്ലാസ് ആണ്, R2 അല്ലേ, റൂബി ബാച്ച് ആണ്. +1 ബാച്ചാണ്. നേരത്തെ നമ്മൾ +2 ബാച്ചിനാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ കുറച്ച് കുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് R2 ബാച്ചാണ്, റൂബി സെക്കൻഡ് ബാച്ചാണ്. സോ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അവർ പഠിക്കുന്ന സമയമായതുകൊണ്ട് അതിനെ കൂടുതൽ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് നേരെ പുറത്തേക്ക് പോവാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വെളിയിൽ നിന്ന് സംസാരിക്കാം. ഇത് നമ്മുടെ റൂബി ബാച്ചാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഡയമണ്ട് ബാച്ച് എന്നായിരുന്നു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. +2 നേരത്തെ നമ്മൾ കണ്ട റിപ്പീറ്റർ ബാച്ചിൽ കണ്ടിട്ടുണ്ടായത് നമ്മുടെ +2 ബാച്ച് എമറാൾഡ് ബാച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും ഇത് നമ്മുടെ വൺ ഓഫ് ദി നീറ്റ് ബാച്ചാണ്. അവർ സാധാരണ ഒരു സ്കൂളിൽ പഠിക്കുന്നത് പോലെ മാത്രമല്ല പഠിക്കുന്നത്. അതിന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ആക്ടിവിറ്റി ഓറിയൻ്റ് ആയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മിഷൻ NCERT നമുക്ക് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ഒരു കോടതി മുറിയിലുള്ളതുപോലെ NCERT ബയോളജിയിലെ NCERT ചാപ്റ്റേഴ്സ് തമ്മിലുള്ള ഒരു ഡിബേറ്റ് നടക്കാറുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് ഡിഫൻസ്, ഇങ്ങനെയുള്ള ഓരോ ഡെയിലി ഹണ്ട്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റി ഓറിയൻ്റ് ആയിട്ടാണ് അവർ പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് കോമ്പിറ്റൻസി കീപ്പ് ചെയ്യാനും നന്നായിട്ട് മിടുക്കരായി പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവാനും അത് വളരെയധികം കാരണമാവാറുണ്ട്. ലാബുകളിലേക്കാണ് ഇനി പോകുന്നത്. ആദ്യമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ലാബാണ്. ഇവിടെ കമ്പ്യൂട്ടർ സയൻസിനുള്ള ലാബും ഉണ്ട്, ബാച്ചിലെ കമ്പ്യൂട്ടർ സയൻസിനുള്ള ലാബും ഉണ്ട്. അപ്പോൾ CBT എൻട്രൻസ് എക്സാം പ്രാക്ടീസ് ചെയ്യുന്ന ഹോളും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സും ഒക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ലാബിലാണ് നമ്മളുള്ളത്. പല രക്ഷിതാക്കളുടെയും ആശങ്കയാണ് ലാബ് ഉണ്ടോ അല്ലെങ്കിൽ ലാബ് ചെയ്തു നോക്കാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ഉള്ളത് ചോദിക്കാറുണ്ട്. സോ നമ്മുടെ കെമിസ്ട്രി ലാബിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ ടെസ്റ്റ് ട്യൂബും പിപ്പറ്റും ബ്യൂററ്റ്സും ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഇവർക്ക് പബ്ലിക് എക്സാമിന് മുന്നേ ഒരുപാട് തവണ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനും ലാബ് ചെയ്യാനും എക്സ്പെരിമെൻറ്റ് ചെയ്ത് നല്ല തറോ ആക്കിയിട്ടായിരിക്കും അവരെ പബ്ലിക് എക്സാമിന് നമ്മൾ വിടുന്നുണ്ടാവുക. രക്ഷിതാക്കൾക്ക് പലർക്കുള്ള ആശങ്ക പബ്ലിക് എക്സാമിനും അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനും ഒരുമിച്ച് നോക്കുമ്പോൾ രണ്ടും കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്. അതിന് നമ്മുടെ കോർ അക്കാഡമിക് ടീം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പൊതുവെ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല കേട്ടോ, പക്ഷേ ഇവള് പാട്ടിലാക്കാൻ വേണ്ടി പറ്റുമെന്നൊക്കെ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇവിടെ ശരിക്കും അങ്ങനെ എന്നെ പാട്ടിലേക്ക് അല്ലെങ്കിൽ ഇത്ര നന്നായിട്ട് പാടാൻ വേണ്ടി പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ തള്ളിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഒരു 4 വരി പാട്ട്. വാതിലിൽ കാതോർത്തു നീ നിന്നിലേ, പാതിയിൽ പാടാത്തൊരാ തേനോറിടും വിശലായി ഞാൻ ചെഞ്ചുണ്ടിൽ 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 ചേർന്നു, ചെഞ്ചുണ്ടിൽ 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 ചേർന്നു. അടിപൊളി. ഞാൻ പലപ്പോഴായിട്ട് ഇവളോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ആക്ച്വലി ഞാൻ ആർട്സിൽ ഒരിക്കൽ പാടുമ്പോഴാണ് കണ്ടത് കേട്ടോ. എനിക്ക് പാട്ട് തീരെ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു. ഇപ്പോൾ ഇവളുടെ ഫാനാണേ. ശരി, അപ്പോൾ താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പബ്ലിക് എക്സാമിനോട് കൂടെ തന്നെ എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യൽ പോസിബിൾ ആണോ എന്നുള്ളതാണ് ആശങ്ക അല്ലേ. പല രക്ഷിതാക്കളും ചോദിക്കാറുണ്ട്. നമ്മൾ അതിനു വേണ്ടി നമ്മുടെ അക്കാഡമിക് ടീം ഒരു കിടിലം പ്ലാനാണ് അതിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. എല്ലാ വെള്ളിയാഴ്ചയും ഇവർക്ക് മാത്തമെറ്റിക്സ് ആണ് പലപ്പോഴും നീറ്റിനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി ടഫസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ടഫ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ JEEക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഓൾറെഡി അവർ പിന്നെ ഒബ്ജക്റ്റീവ് മാത്തമെറ്റിക്സ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് വളരെ ബുദ്ധിമുട്ടാവാറുണ്ട്.
ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും ഇവർക്ക് തിയററ്റിക്കൽ മാത്തമാറ്റിക്സിൻ്റെ എക്സാം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് എല്ലാ മൺഡേയും ഇവർക്ക് 90 ക്വസ്റ്റ്യൻസ് 1.5 മണിക്കൂർ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 720 ഫുൾ ഫെഡ്ജ് എക്സാം, അത് നീറ്റിനും ജെഇക്ക് വേണ്ടിയിട്ട് ജെഇയുടെ ഫുൾ ഫെഡ്ജ് എക്സാം എല്ലാ പ്രാവശ്യവും മന്ത്ലി ഇവർക്ക് 3 ഡേയ്സ് ലീവ് ഉണ്ടാവും. ഈ ലീവിന് പോകുന്നതിന് മുന്നേ ഫുൾ ഫെഡ്ജ് ജെഇ ഓർ നീറ്റ് എക്സാം ഉണ്ടാവും എന്നുള്ളതാണ്. കഴിഞ്ഞ് ഇവർ വരുന്ന 2 ദിവസവും ആ മന്ത്ലി പഠിപ്പിച്ച ചാപ്റ്റേഴ്സിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള മോഡൽ എക്സാം, അതായത് പബ്ലിക് പരീക്ഷയുടെ മോഡൽ എക്സാം നടക്കുന്നുള്ളതാണ്. സോ അവർക്ക് നന്നായി മിടുക്കരായി ലാംഗ്വേജ് ഉൾപ്പെടെ മാത്തമാറ്റിക്സ് ഉൾപ്പെടെ നന്നായി പഠിച്ച് നല്ല മാർക്ക് ഒരേ സമയം പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങാനും നല്ല മെഡിക്കൽ കോളേജിലോ നല്ല എഞ്ചിനീയറിംഗ് കോളേജിലോ അഡ്മിഷൻ എടുക്കാനും പറ്റും എന്നുള്ളതാണ്. ഇതാണ് ബോയ്സിന് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം, ക്യാൻറ്റീൻ. ഇവിടെ ബോയ്സും ഗേൾസും സെപ്പറേറ്റ് 2 സ്ഥലങ്ങളിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. ഇത് ബോയ്സിൻ്റെ സ്ഥലമാണ്. നമ്മുടെ കിച്ചൺ, കോമൺ കിച്ചൺ അവിടെ ഉണ്ട്. ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യമാണ്. ഇതുപോലെ തന്നെ സ്റ്റഡി ഹവറും അവർ പഠിക്കുന്ന ഇടത്തും ഒക്കെ ഈ സെപ്പറേഷൻ ഉണ്ട്. ഗേൾസും ബോയ്സും സെപ്പറേറ്റ് ഏരിയയിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോയ്സിൻ്റെ ക്ലാസ് ടീച്ചേഴ്സ് അവരുടെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ വാർഡന്മാരുണ്ടാവും, സെക്യൂരിറ്റി ഉണ്ടാവും. ഇതുപോലെ തന്നെ ഗേൾസിന് സെപ്പറേറ്റ് ക്ലാസ് ടീച്ചേഴ്സും വാർഡന്മാരും സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. രക്ഷിതാക്കളുടെ പ്രധാനപ്പെട്ട മറ്റൊരു കൺസേൺ ആണ് നമ്മുടെ ഹോസ്റ്റൽ വിസിറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് അവിടുത്തെ സൗകര്യങ്ങൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു റൂമിൽ എത്ര പേരാണ് കിടക്കുന്നുണ്ടാവുക, ഇത്തരം കാര്യങ്ങൾ നിരവധി ആളുകൾ പലപ്പോഴായിട്ട് ചോദിക്കുന്ന കാര്യമാണ്. സോ നമുക്ക് നമ്മുടെ ഹോസ്റ്റലിൽ ഒന്ന് പോയി നോക്കാം. ഇത് ഹോസ്റ്റലിൻ്റെ, നമ്മുടെ ബോയ്സ് ഹോസ്റ്റലിൻ്റെ മുന്നിലുള്ളൊരു ഏരിയ ആണ്. ഒരു റിലാക്സ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. വല്ലാണ്ട് മക്കൾ ഹെക്റ്റിക് ആവുന്ന സമയത്ത് റിലാക്സ് ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ട്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമോ 4 ദിവസമൊക്കെ ഒന്ന് കളിക്കാൻ വേണ്ടി പറ്റുന്ന ബാഡ്മിൻ്റൺ കോർട്ടും അതുപോലെ തന്നെ ഇതിന് തൊട്ട് പിറകിലായിട്ട് നമ്മുടെ കളി മൈതാനമുണ്ട്, ഫുട്ബോളൊക്കെ കളിക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള. നമ്മൾ ബോയ്സ് ഹോസ്റ്റലാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. ദെൻ നമുക്ക് ഓരോ റൂം ഒന്ന് കണ്ടു നോക്കാം അല്ലേ. ഓരോ റൂമിലുള്ള നമ്പേഴ്സ് ഓഫ് കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ റൂമിൻ്റെ വലുപ്പവും വിശാലതയൊക്കെ അനുസരിച്ചാണ്. ഇവിടെ നമ്മൾ കുട്ടികൾ സാധാരണ ഹോസ്റ്റലിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ പഠിക്കുന്ന ആവശ്യങ്ങൾക്കൊന്നും ഹോസ്റ്റലിലേക്ക് അവർ വരേണ്ട ആവശ്യമില്ല. മറിച്ച് അവർ പഠിക്കുന്നത് മുഴുവൻ നേരത്തെ കണ്ടിട്ടുള്ള സ്റ്റഡി ഹാളിൽ നിന്നായിരിക്കും. ഗേൾസും ബോയ്സും സെപ്പറേറ്റ് ആയിരിക്കും. സ്റ്റഡി ഹാളിൽ നിന്ന് ക്ലാസ് ടീച്ചറുടെ സാന്നിധ്യത്തോടു കൂടി അവർ പഠിക്കുന്നു. പഠിച്ചു കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇവിടെ വരേണ്ടതുള്ളൂ. ഹോസ്റ്റൽ റൂമിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിനകത്തില്ല. കാരണം ഇവിടെ വരുന്ന സമയത്ത് എയർ കണ്ടീഷനോട് കൂടിയുള്ള ഒരു റൂമാണ് അവർക്ക് വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുള്ളത്. ഇനി എപ്പോഴാണ് അവർ റൂമിലേക്ക് വരിക, ഏതൊക്കെ സമയത്താണ് അവർ പഠിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. രാവിലെ 8:30 മണിക്ക് മുന്നേ കുട്ടികൾ ക്ലാസ്സിലെത്തുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മുടെ ഒരു മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവും. ആ മോർണിംഗ് മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്യൂർലി അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഫോക്കസ് എങ്ങനെയാണ് നമുക്ക് നിലനിർത്താൻ വേണ്ടി പറ്റുക, ചില എക്സാമുകളൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തോൽവി അല്ലെങ്കിൽ മാർക്ക് കുറയുമ്പോൾ എങ്ങനെയാണ് വീണ്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുക, എങ്ങനെയാണ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, ഇത്യാദി വിഷയങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ശേഷം 9 മണിക്ക് അറ്റൻഡൻസ് കൊടുത്ത് നമ്മുടെ റെഗുലർ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ 4:30 വരെ അവർക്ക് ക്ലാസ് ടൈമാണ്. 4:30 മണി മുതൽ 6 മണി വരെ റിലാക്സേഷൻ ടൈം കഴിഞ്ഞാൽ 10:30 വരെ ഒരു ഷിഫ്റ്റാണ്. അധികം ലേറ്റായിട്ട് പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ വേണ്ടി 10:30 മണി വരെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. 10:30 മണിക്ക് ഉറങ്ങിയ കുട്ടികളെ രാവിലെ 5 മണിക്ക് ഇവിടുത്തെ വാർഡൻ വിളിക്കുന്നുണ്ടാവും. അവരെ പ്രയറുള്ള കുട്ടികളെ പ്രയറിന് വേണ്ടിയിട്ട് അയക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ നേരെ സ്റ്റഡി ഹാളിൽ വരുന്നു. ദെൻ 5:30 മുതൽ 7:30 മണി വരെ അവർ പഠിക്കുന്നു. 7:30 മണിക്ക് അവരുടെ പഠന പ്രക്രിയ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമാണ്. പിന്നെ 8:30ക്ക് വീണ്ടും ക്ലാസ് തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇതുപോലെ 2ാം കാറ്റഗറി സ്റ്റുഡൻസ്, അതായത് ലേറ്റ് നൈറ്റ് ഒക്കെ ഇരുന്ന് കുറച്ചുകൂടിയൊക്കെ പഠിക്കണം, ഒരു 1 മണി വരെയൊക്കെ പഠിക്കണം എന്നുള്ള കുട്ടികൾക്ക് 12:30 1 മണി വരെ രാത്രി ഇരുന്ന് പഠിക്കാവുന്നതാണ്. ആ കുട്ടികളെ പിന്നെ പ്രയറുള്ള കുട്ടികളാണെങ്കിൽ അവരെ വാർഡൻ വിളിച്ച് അവരുടെ പ്രയറും കാര്യങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ മോർണിംഗ് ഷിഫ്റ്റിൽ, അതായത് 5:30 മുതൽ 7:30 വരെ അവർക്ക് ഇരിക്കേണ്ടതില്ല. നേരെ 7:30 മണിക്ക് ഇരുന്ന് കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്ന് തുടർ ക്ലാസ്സിലേക്ക് എത്തിയാൽ മതി. സയൻസിൽ കോമ്പറ്റിറ്റീവ് എക്സാമിൽ നല്ല ആറ്റിറ്റ്യൂഡുള്ള കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്യൂർലി അക്കാഡമിക്സിനകത്ത് ഊന്നി നിന്നുകൊണ്ട് നല്ല പ്രൊഫഷണൽസിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ വീഡിയോയുടെ അവസാന ഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നന്നായി പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് ഇരുന്ന് കട്ടക്ക് പൊരുതണം എന്ന് വിചാരിക്കുന്ന 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്.